ബസ് യാത്രയ്ക്കിടെ വൈദ്യുതി പോസ്റ്റിൽ തലയിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവം നൊമ്പരം വിട്ടുമാറാതെ ഉറ്റവർ. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ മന്നിപ്പാടി ഗണേഷ് നഗറിലെ ഹൗസിംഗ് കോളനിയിലെ മൻവിതാണ് ദാരുണമായി മരിച്ചത്. സ്കൂളിലെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും മൻവിതിന്റെ മരണം ഇനിയും വിശ്വസിക്കുവാനായിട്ടില്ല. ബസ് യാത്രയ്ക്കിടെ വൈദ്യുതി പോസ്റ്റിൽ തലയിടിച്ചുള്ള വിദ്യാർത്ഥിയുടെ ദാരുണാന്ത്യം പ്രിയപ്പെട്ടവർക്കും നാടിനും തീരാ നൊമ്പരമായി. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC വിദ്യാർത്ഥി മന്നിപ്പാടി ഗണേഷ് നഗറിലെ ഹൗസിംഗ് കോളനിയിലെ മൻവിത്താണ് വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ അപകടത്തിൽ മരിച്ചത്. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് 5 മണിയോടെയാണ് കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് മൻവിത്ത് സ്കൂളിൽ നിന്നും പുറപ്പെട്ടത്. കാസർഗോഡ് നഗരത്തിലെത്തി അവിടെ നിന്നും മധൂരിലേക്ക് ബസ്സിൽ കയറുകയായിരുന്നു. വൈകുന്നേരം ബസ്സുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന റൂട്ടാണിത്. തിരക്കിനെ തുടർന്ന് മൻവിത്ത് ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനിടെ വൈദ്യുതി പോസ്റ്റിൽ തല ശക്തമായി ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തി. മൻവിതിന്റെ മൃതദേഹം കണ്ടപ്പോൾ സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും ഹൃദയം തകർന്നു. പ്രിയ വിദ്യാർത്ഥിയുടെയും പ്രിയ സുഹൃത്തിൻ്റെയും മരണം ഉൾക്കൊള്ളുവാൻ ഇവർക്കായില്ല. കളിതമാശകൾക്കിടെ നാളെ കാണാമെന്ന് പറഞ്ഞാണ് മൻവിത്ത് സ്കൂളിൽ നിന്നും ഇറങ്ങിയതെന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോൾ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ പോലും പറ്റാത്തത്രയും വേദനയിലായിരുന്നു കുട്ടികൾ. NCC കേഡറ്റ് കൂടിയായിരുന്ന മൻവിത്ത് പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥിയായിരുന്നുവെന്നും അധ്യാപകർ ഉൾപ്പെടെയുള്ളവരോട് ഏറെ ബഹുമാനത്തോടെയായിരുന്നു പെരുമാറിയിരുന്നതെന്നും സ്കൂൾ അധ്യാപകർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൻവിത്തിന്റെ മൃതദേഹം ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. കണ്ണീരടക്കുവാനാകാതെ അധ്യാപകരും സഹപാഠികളും കൂട്ടുകാരും മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്നിപ്പാടി ഗണേഷ് നഗറിലെ ഹൗസിംഗ് കോളനിയിൽ എത്തിച്ച് മൃതദേഹം സംസ്കരിക്കും. ഒമാനിലുള്ള മൻവിത്തിന്റെ പിതാവ് സുനിൽകുമാർ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബിന്ദു ജ്വല്ലറി, കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ, 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്.